എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷ്. ട്രാവലേഴ്സ് ബിസിനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കൊടൈക്കനാലിലാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊടൈക്കനാലിലെ മന്നവന്നൂർ എക്കോ ടൂറിസം സൈറ്റിലേക്കാണ്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി വരുമ്പം ഗേറ്റിൽ തമിഴിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും എൻട്രി ടൈമും എക്സിറ്റ് ടൈമും ഒക്കെ എഴുതിയിട്ടുണ്ട്. രാവിലെ 9:30 തൊട്ട് വൈകിട്ട് 5:30 വരെ ഈ ഒരു സൈറ്റ് ഓപ്പൺ ആണ്. അതുപോലെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് എൻട്രി ടിക്കറ്റ് വരുന്നത്. അകത്തേക്ക് കയറി വരുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്റർ കാണാം. പക്ഷേ ഇതൊരു ഡെവലപ്പ് ചെയ്തു വരുന്ന സൈറ്റാണ്, അതുകൊണ്ട് തന്നെ ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്റർ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്റർ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. ചെറിയൊരു മ്യൂസിയം പോലെ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തിനെ സംബന്ധിക്കുന്ന മറ്റ് ഡീറ്റെയിൽസൊക്കെ ഉൾക്കൊള്ളിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഇവിടെയായിട്ട് നമുക്ക് ഒരുപാട് ഷോപ്സൊക്കെ കാണാം. സ്നാക്സും അതുപോലെ തന്നെ ജ്യൂസസും ഒക്കെ കൊടുക്കുന്ന ഒരു റിഫ്രഷ്മെൻറ്റ് ഏരിയ തന്നെയാണ് ഇത്. അതുപോലെ ഈ കാണുന്ന ബിൽഡിംഗ് കണ്ടോ, ഇത് പ്ലാസ്റ്റിക് കൊണ്ട് മാത്രം നിർമ്മിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതുപോലെ വാഷ്റൂം സ്പേസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആണത്. അവിടെ നിന്നും കുറച്ച് മുമ്പോട്ട് വരുമ്പം റൈറ്റ് സൈഡിലായിട്ട് കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടി കുറേയേറെ റൈഡ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ വീണ്ടും മുമ്പോട്ട് നടക്കുകയാണ്. മെയിൻ റോഡിൽ നിന്നും ഏകദേശം ഒരു 300 മീറ്റർ മാറിയാണ് മന്നവന്നൂർ ലേക്ക് വരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, മന്നവന്നൂർ ഡെവലപ്മെൻറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പം നടക്കുന്ന പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാകും മന്നവന്നൂർ ലേക്കും ലേക്ക് സൈഡും എല്ലാം. കാരണം ഒരുപാട് ആക്ടിവിറ്റീസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് മന്നവന്നൂർ. സിപ്പ് ലൈനും അതുപോലെ തന്നെ ഭാവിയിൽ മറ്റനേകം ആക്ടിവിറ്റീസ് ഒരുപക്ഷെ ഇവിടെ വരാം. സിപ്പ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മന്നവന്നൂർ ലേക്കിന് കുറുകെയാണ് ആ ഒരു സിപ്പ് ലൈൻ പോകുന്നത്. അപ്പം കാലാവസ്ഥയൊക്കെ നല്ലതാണ്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസൊക്കെ ഇനിയും ഇവിടെ കൂടുതലായിട്ട് വരും. സിപ്പ് ലൈൻ മാത്രമല്ല, സിപ്പ് ലൈൻ കൂടാതെ നമുക്ക് വേണമെങ്കിൽ ബോട്ടിങ്ങിന് പോകാം. അതുപോലെ തന്നെ ഹോഴ്സ് റൈഡിങ് അവൈലബിൾ ആണ്. കൊടൈക്കനാലൊക്കെ വന്നു കഴിഞ്ഞാൽ ബോട്ടിങ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ കൊടൈക്കനാൽ കുറച്ചുകൂടെ റഷാണ്. ഇവിടെ അത്രയും ഒരു തിരക്കില്ല. തന്നെയല്ല, ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ബോട്ടിങ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് മന്നവന്നൂർ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഹോഴ്സ് റൈഡിങ്ങും ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ ഫോട്ടോസൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പുകൾ ഫോട്ടോഗ്രാഫേഴ്സ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു 50 റുപ്പീസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായിട്ട്, അതായത് മന്നവന്നൂർ ലേക്കിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ നമുക്ക് നല്ല ഫോട്ടോസുകൾ എടുത്തു തരുന്നതുമായിരിക്കും. എന്തായാലും കുറച്ച് നേരമൊക്കെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇതിനടുത്ത് തന്നെയുള്ള ഒരു ഷീപ്പ് ഫാമിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു, പൂമ്പാറയും അതുപോലെ തന്നെ പൂണ്ടിയും ഒക്കെ നമ്മൾ പോയത് ഓഫ് സീസണിലാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ കാഴ്ചകൾ അവിടെ നമുക്ക് ലഭിച്ചില്ല. പക്ഷേങ്കിൽ മന്നവന്നൂർ അങ്ങനെയല്ല. ഓഫ് സീസണിലും കാഴ്ചകൾ ഒളിപ്പിച്ച ഒരു മനോഹരമായിട്ടുള്ള വില്ലേജ് തന്നെയാണ് മന്നവന്നൂർ. അപ്പോൾ മന്നവന്നൂരിൻ്റെ മറ്റ് കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. നമ്മൾ നേരെ പോകുന്നത് ഒരു ഷീപ്പ് റിസർച്ച് സെൻറ്ററിലേക്കാണ്. ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മളവിടെ പോയി 20 രൂപ ടിക്കറ്റുണ്ട്. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അകത്തേക്ക് കയറി. ഇവിടെയും നമുക്ക് കുതിരകളെയൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഹോഴ്സ് റൈഡിങ്ങൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് അതിനുള്ള പ്രൊവിഷനുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പം കാണുന്ന ആ ഒരു കാഴ്ചയാണിത്. നമ്മുടെ മലകളുടെയും നല്ല ഭംഗിയാണ്. അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല, കാരണം ക്യാമറയിൽ അത് അത്ര വന്നിട്ടില്ല. അപ്പോൾ ഇത് ഷീപ്പ് റിസർച്ച് സെൻറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഷീപ്പ് മാത്രമല്ല, മുയലും ഒക്കെ ഇവിടെയുണ്ട്. അപ്പം പലതരത്തിലുള്ള മുയലുകളെ നമുക്കിവിടെ കാണാം. ഈ കൂടുകളിലെല്ലാം തന്നെ പല സൈസിലുള്ള പല കളറിലുള്ള മുയലുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും കുട്ടികളുമൊക്കെ ആയിട്ട് പോകുമ്പം അവർക്ക് ഇതൊക്കെ ഒരു വെറൈറ്റി കാഴ്ച തന്നെയാണ്. എല്ലാത്തിൻ്റെയും പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അതൊക്കെ കണ്ടു. അതൊക്കെ കണ്ടതിന് ശേഷം അവിടെ നിന്നും വെളിയിലിറങ്ങി. ഇവിടെ ഇതുപോലുള്ള പല കെട്ടിടങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുമ്പ് എപ്പോഴും നടന്ന ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ബാനറും ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കെട്ടിടങ്ങളിലെല്ലാം തന്നെ പലതരത്തിലുള്ള ഷീപ്പും അതുപോലെ തന്നെ മുയലുകളും ഒക്കെ ഉണ്ട്. എല്ലായിടത്തും നമുക്ക് കയറാൻ പറ്റില്ല, പക്ഷെ കയറാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ നമ്മൾ കയറിയിട്ടുമുണ്ട്.
കാരണം ഇതൊരു റിസർച്ച് സെൻ്ററാണ്. പല രീതിയിലുള്ള പരീക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മൾ അവിടുന്ന് കുറച്ച് മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. കുറേ ചെമ്മരിയാടുകളെ ഒരു ഫെൻസിങ്ങൊക്കെ കൊടുത്ത് അതിനകത്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ വരുന്ന ആൾക്കാരെല്ലാം തന്നെ അവിടുന്ന് സൈഡിൽ നിന്ന് പുല്ലുമൊക്കെ പറിച്ചതിന് കൊടുക്കുന്നുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ ആയിട്ടേ. അപ്പോൾ ആ പുല്ല് പറിച്ച് കൊടുക്കുമ്പം അവർ വളരെ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഫെൻസിങ്ങിൻ്റെ സൈഡിൽ വന്ന് പുല്ലുമൊക്കെ തിന്നുകൊണ്ടിരിക്കും, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു, പിള്ളേരൊക്കെ നല്ലതായിട്ട് എൻജോയ് ചെയ്തു. അവിടുന്ന് ലേക്ക് വ്യൂ എന്ന് പറയുന്ന ഒരു സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ നിൽക്കുന്നത് മന്നവന്നൂരിന് നേരെ പുറകിലുള്ള ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണെന്ന്. കാരണം നമ്മൾ ആദ്യം പോയ ലേക്ക് ഇവിടെ നിന്ന് നമുക്ക് വിസിബിളാണ്. അത് ഞാൻ കാണിക്കാം. അപ്പം അതിന് മുമ്പായിട്ട് നേരെ കണ്ടോ പടുതാവൊക്കെ, അതിൻ്റെ തൊട്ടപ്പുറത്താണ് ലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പടുത കെട്ടിയിരിക്കുന്ന ഭാഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മനുഷ്യനിരുന്ന് അവിടെ വരുന്ന ആൾക്കാരുടെ പിക്ചേഴ്സൊക്കെ വരയ്ക്കുന്നുണ്ട്, കണ്ടോ, പോർട്രേറ്റ്. അപ്പം അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമുക്കിവിടെ ചെയ്യാം. നമുക്ക് നമ്മുടെ പിക്ചറൊക്കെ വരയ്ക്കും. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1/4 മണിക്കൂർ കൊണ്ട് തന്നെ ഒരാളുടെ പിക്ചർ അദ്ദേഹം വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട് അവിടെ. എന്തായാലും നമ്മൾ കുറച്ച് നേരം അവിടെ പടമൊക്കെ വരയ്ക്കുന്നത് നോക്കി നിന്നു. അതിനുശേഷം മന്നവന്നൂർ ലേക്കിൻ്റെ കാഴ്ചയൊന്ന് കാണാമെന്ന് വെച്ചു. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പം ഈ ഒരു പോർഷനാണ്, അതായത് ആ ലേക്കിൻ്റെ ഇങ്ങേയറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നല്ലൊരു കാഴ്ചയാണ്. ഇതൊരിക്കലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഭാഗമാണ് മന്നവന്നൂർ ലേക്കും അതുപോലെ തന്നെ ഷീപ്പ് റിസർച്ച് സെൻറ്ററും. മന്നവന്നൂർ ലേക്കും ഷീപ്പ് റിസർച്ച് സെൻറ്ററും ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിയിലാണ് ഈ കാണുന്ന കാഴ്ച, അതായത് പൂമ്പാറ വില്ലേജിൻ്റെ ഒരു വിദൂര ദൃശ്യം നമുക്ക് കാണാൻ സാധിച്ചത്. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പം ഈ ഒരു ഭാഗമൊക്കെ കണ്ടിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ നിർത്താനുള്ള ഒരു സമയമില്ലായിരുന്നതുകൊണ്ട് നമ്മൾ നേരെ പൂണ്ടിയിലേക്ക് പോവുകയായിരുന്നു. തിരിച്ചു വരുമ്പോഴെങ്കിലും ഈ കാഴ്ചകൾ ക്യാമറയിലാക്കിയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. കൊടൈക്കനാലിൽ നിന്നും ഏകദേശം 35 കിലോമീറ്റർ ദൂരമുണ്ട് പൂമ്പാറ വില്ലേജിലേക്ക്. പക്ഷെങ്കിൽ വരുന്ന വഴിയിൽ പലയിടത്ത് നിന്നായിട്ടും പൂമ്പാറയുടെ വിദൂര ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഏകദേശം 4-5 വ്യൂ പോയിൻറ്റുകളുണ്ട് ഈ വഴിയിൽ. അപ്പം അങ്ങനെ പലയിടത്ത് നിന്നായിട്ടും നമുക്ക് കാഴ്ചകൾ കാണാൻ സാധിക്കും. ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ പൂമ്പാറ വില്ലേജ് നമ്മളെ മോഹിപ്പിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇപ്രാവശ്യം നമുക്ക് പോകാനുള്ള സമയമില്ല. അതുകൊണ്ട് അടുത്ത വരവിലേക്ക് പൂമ്പാറയും അതുപോലെ തന്നെ കുക്കലിനെയും തന്നെയല്ല കൊടൈക്കനാലിലെ മറ്റു ചില കാഴ്ചകളും കൂടി പെൻഡിങ് ഉണ്ട്. കോക്കേഴ്സ് വാക്കും ബ്രയൻ പാർക്കും ഡോൾഫിൻസ് നോസും ഒക്കെ പെൻഡിങ് ആണ്. നമ്മൾ ഇപ്രാവശ്യം വന്നപ്പം ഓഫ് സീസൺ ആയിരുന്നു. ഓഫ് സീസൺ ആയിരുന്നെങ്കിൽ പോലും അത്യാവശ്യം നല്ല തിരക്ക് ഈ പറഞ്ഞ പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഓടിയെത്താൻ സാധിച്ചില്ല. കണ്ട കാഴ്ചകൾ മനോഹരം, കാണാത്തത് അതിമനോഹരമെന്നാണല്ലോ. അതുകൊണ്ട് അടുത്ത വരവിലേക്ക് നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ആ കാഴ്ചകളെല്ലാം തന്നെ. കൊടൈക്കനാലിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. വീണ്ടും മറ്റൊരു ഡെസ്റ്റിനേഷനുമായിട്ട് നമ്മൾ ഉടനെ തന്നെ കാണുന്നതായിരിക്കും. അതുവരെ ബൈ.